ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബീഫ് അല്പം ഡ്രൈ ആയിട്ട്, അതായത് അത്യാവശ്യം മൊരിഞ്ഞ രീതിയിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കുള്ളൊരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ഇപ്പോൾ ഈ ബീഫ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലോണം തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളം എല്ലാം കളഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ 2 കിലോ ബീഫിനുള്ള മസാലയാണ് എടുക്കുന്നത്. അതായത് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. ഈ അളവ് മല്ലിപ്പൊടി ഈ 2 കിലോ ബീഫിന് കറക്റ്റ് പാകമായി തോന്നി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയത് മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ 2 വലിയ ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം, നല്ലതാണ്. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ കണക്കാക്കി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ബീഫിലേക്ക് മെയിനായിട്ട് വേണ്ടിയതാണ് പെരുംജീരകം അല്ലേ. പെരുംജീരകം പൊടിച്ചത് ഒരു വലിയ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതും, പിന്നെ നമുക്ക് ചെറിയ ഉള്ളിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബീഫിന് എപ്പോഴും ചെറിയ ഉള്ളി നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ അതിലേക്കൊരു 8-10 ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം ചതച്ചിട്ട്. അപ്പോൾ അതും ഇട്ട് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മസാലകൾ കൈകൊണ്ട് തന്നെ ഇത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം മാത്രം നമുക്ക് ഈ ബീഫ് അതിലേക്ക് ഇട്ടാൽ മതി. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ മസാല ഈ ബീഫും കൂടെ കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് തിരുമ്മി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ശരിക്കും പഴയ കാലത്തൊക്കെ വെക്കുന്നത് അതേപോലെ തന്നെ അല്ലേ. തീരെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഇതിലേക്ക്. അപ്പോൾ കുക്കറിൽ നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ ഫുള്ളായിട്ട് വേവിച്ച് എടുക്കരുത്. അതായത് ഏകദേശം ഒരു 1/4 വേവാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് ഒരു 5 വിസിലാണ് അടുപ്പിച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഇറച്ചി വെന്ത് വരുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കേണ്ടി വരും ഹൈ ഫ്ലെയിമിലിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ, ഇറച്ചി വെന്ത് പോയാൽ നമ്മളിത് പൊടിഞ്ഞു പോകും വെള്ളം വറ്റി വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 1/4 വേവിൽ തന്നെ നമ്മളിത് എടുക്കാൻ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ പീസായിട്ട് ഇറച്ചി കിട്ടില്ല. അപ്പോൾ വെള്ളമൊക്കെ വറ്റി തീ കൂട്ടി വെച്ചിട്ടാണ് വറ്റിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അതായത് കരിഞ്ഞു പോകും. അതിലേക്ക് എണ്ണയൊന്നും ഞാൻ വേറെ ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ നല്ലോണം ഡ്രൈ ആയി വന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മൊരിഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എണ്ണയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ ഇറച്ചി കുറച്ചൊന്ന് മൊരിഞ്ഞ് വരും. നമുക്ക് ഈ ഒരു പാകത്തിൽ തന്നെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഇതിനെ ഒന്നും കൂടെ ഒന്ന് മൊഞ്ചത്തിയാക്കാം. അപ്പോൾ ശരിക്കും ഈ ബീഫ് ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ നമുക്ക് വീണ്ടും എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ പാത്രം ചെറുതായതുകൊണ്ട് തന്നെ കുറച്ച് വലിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് അല്ലേ. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അത് കട്ട് ചെയ്തെടുത്തതാണ്, അതിൽ ചതച്ചതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി തന്നെയാണ് ചതച്ചിട്ടിരിക്കുന്നത്. 2 കൈപ്പിടി നിറയെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പിന്നെ ഒരു സവാള കൂടെ ചെറുതായി അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കണം, അപ്പോൾ നല്ല സ്മെല്ലായിരിക്കുള്ളൂ. ഇതെല്ലാം അത്യാവശ്യം വഴന്ന് വരുമ്പോൾ ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ, വറ്റൽ മുളക്, അതൊരു 8 എണ്ണം എരിവിനനുസരിച്ച് ഇനി കൂട്ടുക കുറക്കൊക്കെ ചെയ്യാം. അതും ഇട്ട് പിന്നെ ആവശ്യത്തിന് കുരുമുളകും അതുപോലെ ചെറിയ ജീരകം കൂടെ വറുത്ത് പൊടിച്ചതാണ് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല അതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണയിൽ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഈ ഇടിച്ച മുളകൊക്കെ നല്ലോണം ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരല്പം ടേസ്റ്റിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂണ് 2 വലിയ സ്പൂണ് കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു മധുരം എന്ന് പറയാൻ പറ്റില്ല, ഒരു നല്ലൊരു ടേസ്റ്റിന് വ്യത്യാസം വരും അത് ചേർക്കുമ്പോൾ. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു മൊരിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ശരിക്കും ഇത് കുറച്ച് സമയം ഇരുന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോഴാണ് ഇത് മസാലകളൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും ഇതിൽ. അതുപോലെ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് നമ്മൾ പിറ്റേ ദിവസം കഴിക്കാൻ നേരത്ത് ചൂടാക്കി സെർവ് ചെയ്യുക. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ.